നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയത്തിൽ യോഗ വിഷയം. കല്യാണാത്മാവ് തൻ്റെ ഗ്രന്ഥമായ സാരാവലിയിൽ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന യോഗ വിഷയം. ഇവിടെ 18-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന യോഗ വിഷയം പഞ്ചഗ്രഹ യോഗ നിരൂപണമാണ്. ഇവിടെ പഞ്ചഗ്രഹ യോഗ നിരൂപണത്തിൽ പ്രധാനമായും ചർച്ചാ വിഷയമായി വരുന്നത് 5 ഗ്രഹങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ശുഭഗ്രഹങ്ങളായി ചന്ദ്രനും ബുധനും ശുക്രനും, പാപഗ്രഹങ്ങളായി ചൊവ്വയും ശനിയുമാണ് വരുന്നത്. 3 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളും. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം യോഗം ശ്രദ്ധിക്കുക. ബഹുശത്രുമിത്രപക്ഷ പരാർത്ഥഹിതകൃത് വിഷമശീല ഏകസ്ഥൈരതിമാനി ബുധേന്ദുകുജ ശുക്ര രവിപുത്രൈഹി. ബുധൻ തന്നെ, ഇന്ദു, ചന്ദ്രൻ, ശുക്രൻ, ഈ 5 ഗ്രഹങ്ങൾ ഒന്നിച്ചു വന്നാൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവമാണ് ഇവിടെ ആചാര്യൻ വിശദീകരിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ബഹുശത്രുമിത്രപക്ഷ, ഇദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടാകും, ശത്രുക്കളും ഉണ്ടാകും. ധാരാളം സുഹൃത്തുക്കളെയും ശത്രുക്കളെയും സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് ഈ പഞ്ചഗ്രഹ യോഗത്തിൽ ജനിച്ച വ്യക്തി എന്നാണ് കല്യാണവർമാവ് സമർത്ഥിക്കുന്നത്. പിന്നീട് ഈ മാന്യദേഹം ആരാകുന്നു? പരാർത്ഥഹിതകൃത്, അന്യർക്ക് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതിനാൽ സാമൂഹിക മണ്ഡലങ്ങളിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ വ്യാപരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഹിതം, നല്ലത് ചെയ്യുവാനുള്ള മനസ്സോടു കൂടിയ വ്യക്തിയുമാകുന്നു. പിന്നീട് ഇദ്ദേഹം വിഷമശീലത്തോടു കൂടിയവനാണ്. നല്ല ശീലമല്ല, സശീലമല്ല, സുശീലത ഇല്ല, വിഷമമായ സ്വഭാവത്തോടു കൂടിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വിഷമമായ സ്വഭാവത്തോടു കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് സാരം. പിന്നീട് ഇദ്ദേഹം അതിമാന്യവുമാണ്, അങ്ങേയറ്റം അഭിമാന സ്വഭാവത്തോടു കൂടിയ വ്യക്തിയുമാണ്. അത് എപ്പോഴും തൻ്റെ ആ മാന്യത, അഭിമാനം അതെപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയുമാണെന്ന് സാരം. ഇതാണ് ഈ പഞ്ചഗ്രഹങ്ങളുടെ യോഗത്തിലുള്ള വ്യക്തിയുടെ സ്വഭാവ വിശേഷമായി ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. നമസ്തേ.